ഹായ് ഗായ്സ്. രാവിലെ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി. നല്ല വെയിലായിരുന്നു കേട്ടോ രാവിലെ തന്നെ. അങ്ങനെ വീണ്ടും ഞങ്ങളുടെ കൊടൈക്കനാൽ യാത്രയുടെ അടുത്ത ദിവസം തുടങ്ങിയായിരുന്നു. എല്ലാവരും വണ്ടിയിൽ കയറി, പിന്നെ വീണ്ടും യാത്ര തുടങ്ങി. വണ്ടിയിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ നേരെ പോയത് ഗ്രീൻ വാലി വ്യൂ പോയിന്റിലേക്കായിരുന്നു കേട്ടോ. സൂസൈഡ് പോയിന്റ് എന്നറിയപ്പെടുന്ന ഗ്രീൻ വാലി വ്യൂ പോയിന്റ്. ഞങ്ങള് രാവിലെ 8 മണിയായപ്പോ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരക്കൊന്നും കിട്ടാണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്റ്റോറൊന്നും തുറന്നിട്ടില്ല. എല്ലാം ഇങ്ങനെ തുറന്ന് വരുന്നേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് എത്തി. അവിടെ നിന്ന് കുറെ വ്യൂ ഒക്കെ കണ്ട്, അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അധികം കോടയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്ത്. ഈ ഒരു ടൈമിൽ വന്നോണ്ടാട്ടോ ഇങ്ങനെ അധികം തിരക്കില്ലാണ്ട് നല്ല സ്വസ്ഥമായിട്ട് അവിടെ നിന്ന് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോഴാണ് അവിടെ ഫുൾ ഓൺ ആവണത്. അപ്പൊ പിന്നെ തിരക്കും കടകളും ഒക്കെ എല്ലാം തുറന്നു കഴിയുമ്പോൾ ഭയങ്കര ബഹളമായി പോവും. അപ്പൊ നമ്മൾ അതിനു മുന്നേ എത്തിയോണ്ട് ഓരോ സ്ഥലവും പെട്ടെന്ന് കണ്ടു പോരാൻ പറ്റി. പിന്നെ അവിടുന്ന് ഞങ്ങള് വീഡിയോസ് ഒക്കെ എടുത്ത് പതിയെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഓരോ ഷോപ്പൊക്കെ ഇങ്ങനെ തുറക്കണ്ടായിരുന്നു. ഞങ്ങൾ വരുന്ന സമയത്ത് തുറന്നിട്ടില്ലായിരുന്നു. തിരിച്ചിറങ്ങിയപ്പോഴേക്കും ഓരോന്നൊക്കെ തുറന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോ അവിടെ ഒരു ഷോപ്പാണ് ഞങ്ങളെ കാണിച്ചു തന്നെ കേട്ടോ. ഇത് വളകൾ മാത്രമുള്ള ഒരു ചെറിയ ഷോപ്പാണ്. പക്ഷെ അവിടുത്തെ അത്രയും വളകളാണെങ്കിലും നല്ല അടിപൊളി, എല്ലാം നല്ല വെറൈറ്റി ബാംഗിൾസ് ആയിരുന്നു കേട്ടോ. അത് കണ്ട് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ കുതിരകൾ നിക്കണേ. ഇതൊക്കെ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതിന്റെ പൊക്കത്ത് റൈഡൊക്കെ പോകാൻ പറ്റും. ഇപ്പൊ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇല്ലല്ലോ, രാവിലെ ആയോണ്ട്. അങ്ങനെ അവിടെ നിന്ന് പോയിട്ടുണ്ടായ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ പില്ലർ റോക്സിലേക്കായിരുന്നു കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന സ്ഥലങ്ങളാണ്. പെട്ടെന്ന് കണ്ട് പോരാൻ പറ്റിയ സ്ഥലങ്ങളാണ്. അപ്പോ എവിടെ നമ്മൾ ചെന്ന് ഇറങ്ങി അവിടെയും കണ്ട ഷോപ്സ് ഒന്നും തുറന്നിട്ടില്ല, തുറന്നു വരുന്നേ ഉള്ളൂ. അപ്പൊ ഫ്രണ്ടില് നമ്മൾ കണ്ട എൻട്രൻസിൽ അവിടെ ഭാഗത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് എല്ലാരും കൂടി നിന്നിട്ടുള്ള കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ അവിടുന്ന് അതിന്റെ മെയിൻ എൻട്രൻസിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കുറച്ചുകൂടി അടുത്ത് കാണാൻ പറ്റുന്നത് നമ്മൾ മെയിൻ എൻട്രൻസിലോട്ട് ചെന്ന് കഴിയുമ്പോഴാണ്. ഇതിപ്പോ അതിന്റെ ഫ്രണ്ടിലായിട്ട് നിന്നാണ് നമ്മള് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തോ. പിന്നെ ഇതിന്റെ എൻട്രൻസ് ഇപ്പൊ കാണിച്ചു തരാം. അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴാണ് ഇതിന്റെ ശരിക്കുള്ള ഭംഗി നമുക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റണേ കേട്ടോ. പിന്നെ ഇത് എന്റെയും ജാനിന്റെയും കുറച്ച് അവിടെ നിന്നിട്ടുള്ള കുറച്ച് കലാവിരുദ്ധ പരിപാടിയാണ്. ഇനി നമ്മൾ പോണതാണ് കേട്ടോ ഇതിന്റെ എൻട്രൻസ്, മെയിൻ എൻട്രൻസ്. ഇവിടുന്ന് അകത്തേക്ക് കയറുമ്പോഴാണ് ഇത് ശരിക്കും അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന ഒരു ഫീലാണ് കേട്ടോ ഇത്. അവിടെ കോടയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഫോട്ടോ ഒക്കെ കാണാൻ കേട്ടോ അവിടെ വെച്ചെടുത്ത്. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഏരിയ ഫുള്ളും ഗുണ കേവ്സിന്റെ ബാക്ക് സൈഡ് വരുന്ന ഏരിയ ആണ് കേട്ടോ ഇത്. ഈ പില്ലേഴ്സ് എല്ലാം ഗുണ കേവ്സിന്റെ ആണ്. അതിന്റെ ബാക്ക് സൈഡാണ് ശരിക്കും ഇത്. ഈ ഒരു ഏരിയ കഴിഞ്ഞ് പിന്നെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഒരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. അവിടെ നമ്മള് കയറി അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ പിന്നെ അവിടെ ഒരു ഗ്രൗണ്ട് പോലത്തെ കുറച്ച് ഇങ്ങനെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അവിടെ നമുക്ക് ഒരുപാട് നേരം ഇരിക്കാം, റെസ്റ്റ് ചെയ്യാം. തണലും കാര്യങ്ങളൊക്കെയാണ്, മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ആ ഒരു ഏരിയ നല്ലായിരുന്നു കേട്ടോ സ്പെൻഡ് ചെയ്യാൻ. നമുക്ക് നമ്മുടെ ഒരു നാട്ടിൻപുറം ആ ഒരു സ്റ്റൈലായിരുന്നു ആ ഒരു ഏരിയ. അവിടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ട് പോവായിരുന്നത് ഗുണ കേവ്സിലേക്കാണ് കേട്ടോ. അപ്പൊ അവിടെ എൻട്രൻസിലെത്തിയപ്പോ തന്നെ ജാനിക്ക് നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും ഓൾമോസ്റ്റ് കടകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 9:30 ആ ഒരു സമയമായിട്ടുണ്ട്. അപ്പതേ കടയൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി വെയിലും കൂടെ ആയിരുന്നു കേട്ടോ. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പൊ ഇവിടെ പുറത്ത് വന്നപ്പോ വിശന്നപ്പോ മാഗി വാങ്ങിച്ചു കഴിക്കും. അങ്ങനെ ജാനിയുടെ വിശപ്പൊക്കെ മാറ്റിയിട്ട് നേരെ ഗുണ കേവ്സിന്റെ എൻട്രൻസിലേക്ക് ഞങ്ങൾ നടക്കണമായിരുന്നു കേട്ടോ. ഇവിടേക്ക് എത്തിയപ്പോ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായി. ഇപ്പൊ ടൈം 9:30 ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സത്യത്തിൽ ഇങ്ങോട്ട് വരാനായിരുന്നു കൂടുതൽ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ നേരത്തേലും വന്നപ്പോ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഈ ഗുണ കേവ്സ് ഞാൻ ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്യാൻ പോണത്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ വരുന്നതിനെ പറ്റി പ്രത്യേക ഒരു ത്രില്ലിലായിരുന്നു കേട്ടോ എല്ലാരും. അവിടേക്ക് കുറച്ച് നടത്തം ഉണ്ടായിരുന്നു കേട്ടോ. പൈൻ ഫോറസ്റ്റിന്റെ ഇടയിലൂടെ കുറച്ച് കയറ്റവും കയറി
നടന്ന് വേണം അങ്ങോട്ടേക്ക് എത്താനായിട്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ തന്നെ എല്ലാവരും ഒന്ന് വിഷമിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചു നേരം ഇരുന്ന് ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് വീണ്ടും നമ്മൾ ഫ്രണ്ടിലേക്ക് നടന്നിട്ടുണ്ടായത് കേട്ടോ. അങ്ങനെ നടന്ന് ഫൈനലി ഗുണ കേവ്സിന്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോ തന്നെ വല്ലാത്തൊരു ഫീൽ ആയിരുന്നു കേട്ടോ. എന്താ പറയേണ്ടത് തന്നെ അറിയില്ല. അത്രയ്ക്കും നല്ലൊരു വൈബായിരുന്നു അവിടെ. നല്ല മേളിലേക്ക് നോക്കുമ്പോ ഫുള്ള് മരങ്ങളുടെ ഇങ്ങനെ ഷെയ്ഡ്സും അതിന്റെ ഇടക്കൂടി കോടയും പിന്നെ അവിടെ നല്ല ബഹളമായിരുന്നു കേട്ടോ. അവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി എല്ലാരും അവിടെ ഇരുന്നിട്ട് ഭയങ്കര ഒച്ചയിടലും അങ്ങനെ ഭയങ്കര ഒരു ബഹളമുള്ള ഒരു ഏരിയ ആയിരുന്നു. ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നതല്ല, അതിന്റെ ഇടക്കൂടി നമ്മൾ നടന്ന് അവിടുത്തെ വ്യൂസ് ഒക്കെ ആസ്വദിക്കുമ്പോൾ അത് പ്രത്യേകിച്ച് വേറൊരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ടും വന്നതിൽ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഇതായിരുന്നേ. ആദ്യം താഴെ നിന്ന് നമുക്ക് കുറച്ച് ഇതൊക്കെ ആസ്വദിച്ചിട്ട് പിന്നെ പതിയെ മേളിലേക്ക് കയറാൻ തുടങ്ങിട്ടോ. ഞങ്ങൾ എടുത്ത കുറച്ച് ഫോട്ടോസ് ഒക്കെ പിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ശരിക്കും പോരാനേ തോന്നുന്നില്ല, അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു. പിന്നെ മേളിലൊക്കെ ചെന്ന് നമ്മ അവിടത്തെയും കുറച്ച് വ്യൂസ് കണ്ട് ആ മേളിൽ കയറി കുറച്ചേരം റെസ്റ്റ് എടുത്ത് അപ്പോ മേളിലേക്ക് നോക്കുമ്പോഴേ ഇങ്ങനത്തെ കാഴ്ചകളായിട്ട് നിറച്ചിങ്ങനെ ചെടികള് ക്രോസ് ചെയ്ത് നിന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ ലൈറ്റ് കാട്ടിലേക്ക് വീഴുന്ന അങ്ങനത്തെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ നിറയെ കുരങ്ങന്മാരുണ്ട്. ആ ഒരു ശല്യം ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ടും. എന്റെ ബാഗ് തന്നെ അവിടെ നിന്ന് അടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് കല്ലൊക്കെ എറിഞ്ഞിട്ടാണ് ആ ബാഗ് എനിക്ക് തിരിച്ചു കിട്ടിയത്. ഞാൻ പോയിന്ന് വിചാരിച്ച എന്റെ പൈസ ഫോണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന്. പിന്നെ ഇങ്ങനെ നടക്കുമ്പോൾ ഓരോ സ്ഥലം ഇങ്ങനെ ഗ്രില്ലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഭയങ്കര ഇങ്ങനെ ഡെപ്തുള്ള കുഴികളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൽ കൂടെ വേണം കേട്ടോ നടന്ന് മേളിലേക്ക് കയറാനൊക്കെ. അപ്പോൾ നമ്മൾ കയറിയിട്ട് മേളിൽ പോയിട്ട് ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതാണ് നമ്മുടെ മഞ്ഞമ്മൽ ബോയ്സില് ഷൂട്ട് ചെയ്തിട്ടുള്ള അവരിരുന്നിട്ടുള്ള മരവും ആ ഒരു ഏരിയ കംപ്ലീറ്റ് ഈ ഒരു വീഡിയോയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ടാൻ. നിറയെ കോട, കുറെ നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്തിട്ടാ. ഇത് ഈ പില്ലറൊക്കെയാണ് നമ്മൾ നേരത്തെ അവിടെ പോയപ്പോ കണ്ടത്. പില്ലർ റോക്സിന്റെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായത്. ഈ വീഡിയോ ഇപ്പൊ എനിക്ക് കാണുമ്പോൾ സത്യത്തിൽ മരങ്ങളൊക്കെ ഇങ്ങനെ തലകുത്തിക്കണ പോലെയും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നി. വീഡിയോ എടുക്കുന്ന സമയത്ത് ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോഴാണ് ശരിക്കും ഞാൻ വീഡിയോയിലാണ് അതിന്റെ കൂടുതൽ കാര്യം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത് കേട്ടോ. അങ്ങനെ അവിടെ എല്ലാം ആസ്വദിച്ച് തിരിച്ച് അടുത്ത പൈൻ ഫോറസ്റ്റിലേക്ക് പോകാൻ വേണ്ടി ചെന്നപ്പോൾ അവിടുത്തെ എൻട്രൻസിൽ കണ്ടാട്ടോ ഇത് കാറിനുള്ളിൽ ഒരു പപ്പി ഇരിക്കണേ. പിന്നെ അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് പിന്നെ നേരെ എൻട്രൻസിലോട്ട് കയറണം കേട്ടോ. ശരിക്കും അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഒരു സിനിമാറ്റിക് ഫീൽ ആട്ടോ. നമ്മൾ വീഡിയോസിലും ഫിലിംസിലൊക്കെ കാണുന്ന ആ ഒരു വൈബ് അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നുണ്ട്. നല്ല രസമാണ്. ഒരുപാട് ഏരിയ ഉണ്ട് നടക്കാൻ. അവിടെ ആൾക്കാരുണ്ടെങ്കിലും നമുക്കത് ഫീൽ ചെയ്യില്ല. നമുക്ക് വേറെ സ്ഥലത്തേക്കൊക്കെ മാറിയിരിക്കുമ്പോൾ നമ്മൾ മാത്രമായിട്ട് ഇരിക്കണ ഒരു ഫീലാണ് കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങള് കുറച്ചു നേരം അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ ഓരോരുത്തർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പ്രീ വെഡിങ് ഷൂട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കാഴ്ചകളും കണ്ട് അതും ഒക്കെ ആസ്വദിച്ച് പിന്നെ പൈൻ ഫോറസ്റ്റിന്റെ ഭംഗിയും എല്ലാം കൂടെ നമ്മൾ നോക്കി കണ്ടോണ്ട് നടക്കുന്നതിന് ഇടയിലാണ് എന്റെ കണ്ണിലൂടെ ഞാൻ വേറൊരു കാഴ്ച കണ്ടത്. അതെന്താന്ന് നിങ്ങളോട് കണ്ടോക്ക്. ജാനിതേ കുതിരപ്പുറത്തൊക്കെ വന്ന് ഇറങ്ങട്ടോ. അവള് ചെന്നപ്പോ തന്നെ ഇതൊക്കെയാണ് നോട്ടായിട്ടുണ്ടായത്. അപ്പൊ ഒരു റൗണ്ട് അടിച്ച് കഴിഞ്ഞപ്പോ ആള് ഭയങ്കര ഹാപ്പിയായി. പിന്നെ കുറെ നേരം അവിടെ നടന്നു. ശരിക്കും വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ അവിടെ. വേറെ യാതൊരുവിധ ബഹളങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ മരങ്ങളുടെ ഇടയിലൂടെ കുറെ നേരം നടന്നും പിന്നെ അവിടെ കുറെ നേരം ഇരുന്ന് ഞങ്ങൾ ഫോട്ടോസ് എടുത്തും വീഡിയോസ് എടുത്തും കുറെ നേരം വർത്താനം പറഞ്ഞ് അങ്ങനെ ചില്ല് ചെയ്ത് അവിടെ നല്ലോണം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോസും ഫോട്ടോസ് ആണെങ്കിൽ അവിടെ നിന്ന് ക്യാപ്ചർ ചെയ്തിട്ടൊന്നും മതിയാവണല്ലോ. അത്രയ്ക്കും ഭംഗിയാണ്. ഓരോ ഫോട്ടോസ് എടുക്കുമ്പോഴും പല പല ഭംഗിയാണ് കേട്ടോ അതിന് കിട്ടുന്നത്. അപ്പം ചില ഫോട്ടോസൊക്കെ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാവേ.
ഓൾമോസ്റ്റ് ഒരു 1 ഹവറോളം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്ത ശേഷം അവിടെ നേരെ ഇറങ്ങി. പിന്നെ സ്പോട്ടൊക്കെ കഴിഞ്ഞെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ഫൈനലി ഒരു സ്പോട്ടും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയൊരു വ്യൂ പോയിന്റ്. അവിടെ ചെന്നപ്പോൾ നല്ല കോടയുണ്ട്. അപ്പുറത്തെ സൈഡിലേക്കുള്ളൊന്നും കാണാൻ പറ്റാത്ത അത്രയും മൂടിയിരിക്കുന്ന ഒരു കോടയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഗാർഡൻ ഏരിയ അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ആയിരുന്നു അവിടെ. പിന്നെ മേളിൽ കയറിയിട്ട് നമുക്ക് വ്യൂ കാണാം. അതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ. ഞങ്ങള് കുറച്ചുനേരമൊക്കെ താഴെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ മേളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്ന് കണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. ഫുള്ള് കോട വന്നിട്ട് മൂടി കിടക്കണേണ്. ഒന്നും താഴേക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ, ഇങ്ങനെ ഫുള്ള് ഉണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് നേരമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തിട്ടില്ല. അവിടെ പ്രത്യേകിച്ച് കാണാൻ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ചുനേരം അവിടെ നിന്നിട്ട് നമ്മൾ അവിടെ നേരെ ഇറങ്ങിയിട്ടുണ്ടായി. അപ്പോഴേക്കും നമുക്ക് ഉച്ച സമയമായി, ഫുഡ് കഴിക്കാനായിട്ടുണ്ട്. പിന്നെ കാട് കയറിയാ പിന്നെ ഇറങ്ങണവരെ നമുക്ക് ഫുഡൊന്നും കിട്ടൂലല്ലോ. അപ്പൊ നമ്മള് തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി ടൗണിൽ നിന്ന് തന്നെ ഒരു മലയാളിയുടെ ഹോട്ടൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക്. അവിടുത്തെ സ്ഥലമൊക്കെ എന്താ ഒരു ഭംഗിയാണ് കാണാനെന്നാ. അതിന്റെ തൊട്ടടുത്ത ഏരിയ ചെയ്തു, പക്ഷെ ഇവിടെ ഒരു തരി കോടയില്ല. ഇതിന്റെ തൊട്ട് അപ്പുറത്ത് തന്നെയാ നമ്മള് ആ വ്യൂ പോയിന്റ്. അവിടെ ഭയങ്കര മൂടിയിരിക്കുന്നു, ഇവിടെ നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ മലയാളിയുടെ ഒരു ഹോട്ടൽ കേട്ടോ. ഇവിടെ വന്നിട്ട് സത്യത്തിൽ ഒരു സമാധാനം. ഇനി നമുക്ക് നമ്മുടേതായ ഫുഡ് കഴിക്കാമല്ലോ. അപ്പോൾ ജാനി എപ്പോഴത്തെയും പോലെ ബിരിയാണി തന്നെ വാങ്ങിച്ച്. അവള് ആ കാര്യത്തിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാരും വൈറ്റ് റൈസാണ് വാങ്ങിയിട്ടുണ്ടായത്. അപ്പൊ നല്ല ചൂട് ചോറും, പിന്നെ പുറത്ത് നല്ല മഴ തുടങ്ങിയിട്ടുണ്ടായി നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോ. അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ കഴിച്ചപ്പോൾ നല്ലൊരു ആശ്വാസമായിരുന്നു കേട്ടോ. നമ്മുടെ ഹോംലി ഫുഡ് കഴിക്കുന്ന ഒരു ഫീലൊക്കെ തന്നെയായിരുന്നു. അപ്പൊ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല വെള്ളമുള്ള മഴ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ വണ്ടിയിൽ നിന്ന് കുടയൊക്കെ എടുത്ത് ഓരോരുത്തരായിട്ട് വണ്ടിയിലേക്ക് കയറി. അവിടെ നിന്ന് പോയിട്ട് പിന്നെ അടുത്ത ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിർത്തി. അവിടുന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് ചോക്ലേറ്റ്സും അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടുന്ന് ഞങ്ങൾ നേരെ തിരിച്ച് മല ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ നല്ല വ്യൂ ഉണ്ടായിരുന്നു. വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ കയറിയപ്പോ ഇള പോലെയല്ല, തിരിച്ചു പോകുമ്പോ മേഘവും മലയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. വീഡിയോസിലും നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മള് മേളിലേക്ക് പോയപ്പോൾ കയറിയിട്ടുണ്ടായ മലയുടെ നടുക്കെത്തിയപ്പോൾ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്പോട്ടിൽ നിർത്തി ഒന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടായി. സെയിം അതേ സ്പോട്ടിൽ നമ്മൾ തിരിച്ചു വന്നപ്പോഴും നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് ഈ വ്യൂ പോയിന്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഏരിയ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇപ്പൊ തിരിച്ചു വന്നപ്പോൾ ആ ഏരിയ കുറച്ച് ഫ്രീ ആയിട്ട് കിടന്നതുകൊണ്ട് അവിടെ നിന്ന് ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നല്ല വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റെസ്റ്റ് ഒക്കെ എടുത്ത ശേഷം വീണ്ടും നമ്മൾ മലയിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 2-2.5 മണിക്കൂർക്ക് ശേഷം നമ്മൾ മലയ്ക്ക് ഇറങ്ങി താഴെയിലെത്തിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും നമ്മളത് ഈ പഴനിമലയുടെ ഫ്രണ്ടിൽ കൂടെ തന്നെ പാസ് ചെയ്ത് പോണേണ്ടോ. പിന്നെ നമ്മൾ കുറച്ചു നേരം ഓടി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അതേ സെയിം വ്യൂ തന്നെ കുറേ നേരം വിൻമിൽസും അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടേ ഇരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് അങ്ങനെ പോരാൻ നല്ലൊരു രസമായിരുന്നേ.
പിന്നെ ദേ പൊള്ളാച്ചി ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോ വൈകുന്നേരത്തെ മാർക്കറ്റ് ആണെന്ന് തോന്നിട്ട് ഇത് നിറയെ ആൾക്കാർ ഒരുപാട് പച്ചക്കറികളൊക്കെ വിൽക്കുന്നു. അത് വാങ്ങിക്കാൻ ഒരുപാട് പേരൊക്കെ വന്നിട്ട് റോഡിലൊരു 300 മീറ്ററോളം ഏകദേശം ഇത് തന്നെ ഇങ്ങനെ വ്യൂ ആയിരുന്നു കേട്ടോ. അത് നല്ല രസമായിരുന്നു കാണാൻ. കുറെ പച്ചക്കറികള് അതൊക്കെ ആൾക്കാർ വാങ്ങിച്ചോണ്ട് പോണായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് വീണ്ടും നമ്മൾ യാത്രകൾ തുടങ്ങി. ഇതിനിടക്ക് ഒരുപാട് ഉറങ്ങുന്നുണ്ട്, യാത്രാക്ഷീണമുണ്ട്. അപ്പം ഓരോരുത്തരും ഉറങ്ങിയൊക്കെ നിൽക്കുന്നു. വീണ്ടും കുറെ ദൂരം ഓടി കഴിയുമ്പോൾ നമ്മൾ ഈ സിറ്റിയിൽ നിന്നൊക്കെ മാറി ഉള്ളിലേക്കുള്ള റോഡിലേക്ക് കയറണം കേട്ടോ. അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു. ഈ ആർച്ച് വെച്ചതിന്റെ ഉള്ളിൽ കൂടെയൊക്കെ നമ്മൾ പാസ് ചെയ്യില്ലേ, അതേപോലത്തെ ഒരു ഫീലായിരുന്നു. രണ്ട് സൈഡിലും നിറയെ മരങ്ങൾ ഇങ്ങനെ നിന്ന് റോഡിലേക്ക് ഇങ്ങനെ കവർ ചെയ്താ നിൽക്കണം മേലിൽ നിന്ന്. അപ്പോൾ ശരിക്കും ആർച്ചിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോണ പോലെ നമുക്ക് തോന്നും. അപ്പൊ അതൊക്കെ ഞാൻ ഇങ്ങനെ ഫ്രണ്ടിലിരുന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കണായിരുന്നു. നിങ്ങളും കൂടി ഇതൊക്കെ ഒന്ന് കണ്ടോക്കട്ടാ, ഇതിന്റെ ആ ഒരു ഭംഗി. അങ്ങനെ ആ യാത്രയൊക്കെ കണ്ട് ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ റോട്ടിൽ കണ്ടാണ് ഒരു വണ്ടിയിൽ ഒരു ആനേനെ പോലെ തോന്നുമെങ്കിലും ഇത് ആനയുടെ ഒരു ഡെമോ ആയിരുന്നു കേട്ടോ. ഞങ്ങള് വീഡിയോ ഒക്കെ എടുത്തോണ്ട് വന്ന് അടുത്തെത്തിയപ്പോ മനസ്സിലായത് ശരിക്കും ഒരു ആനയെ പോലെ തന്നെ അല്ലേ. അങ്ങനെ ഫുഡ് അടിച്ച് ട്രിപ്പ് പോയിന്റ് ചെയ്യാനായി. അപ്പോ എന്റെ വീഡിയോ ഇഷ്ടമായവര് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.